ഏതൊരു സാധാരണക്കാരന് വരെ 2D ഇമേജിനെ 3D റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെയാണ് AI ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റിലെ തന്നെ നമുക്കിവിടെ 2D ഇമേജ് അപ്ലോഡ് ചെയ്യണം. ഇവിടെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഈ ഒരു ഇമേജ് ആണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഇതേപോലെ കൊടുക്കരുത്. ഇതിനെ കൃത്യമായിട്ട് എഡിറ്റ് ചെയ്ത് ക്രോപ്പ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ AIക്ക് ഡിസൈനിന് സ്വാതന്ത്ര്യം കൊടുക്കാതെ നമുക്ക് എന്താണോ വേണ്ടത് അത് മാത്രം കൃത്യമായിട്ട് ക്രോപ്പ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. അന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിസൾട്ടും കാര്യങ്ങളും കിട്ടത്തുള്ളൂ. ഇവിടെ നമ്മളത് ക്രോപ്പ് ചെയ്ത് കൃത്യമാക്കി വെച്ചു. അതിനുശേഷം വേണം നമ്മളിവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട്. അതിനുശേഷം ഞാനിവിടെ പോയിട്ട് 2D ഫ്ലോർ പ്ലാൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇമേജ് ഞാനത് അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ പോയിട്ട് ജെമിനി എടുക്കുന്നു. ജെമിനിയിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ക്രിയേറ്റ് ഇമേജ് കൊടുക്കുന്നു. ആ ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു. അടുത്ത ഒരു തവണ കൂടെ ഞാൻ ജെമിനി എടുക്കുന്നു. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ക്രിയേറ്റ് ഇമേജ് കൊടുക്കുന്നു. അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ക്യാൻവയിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ക്യാൻവയിൽ ഞാൻ ഇമേജ് ഒന്ന് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഒരു തവണ കൺട്രോൾ സി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കൺട്രോൾ ബി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാ ഒരേ സമയത്ത് നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതേപോലെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജെമിനിയിൽ പേസ്റ്റ് ചെയ്തു, ക്യാൻവയിൽ പേസ്റ്റ് ചെയ്തു, അതുപോലെ തന്നെ ഇവിടെയും പേസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഇവിടുത്തെ ഇമേജ് ഏതാ, ഗ്രൗണ്ട് ഫ്ലോർ ആണോ, ഫസ്റ്റ് ഫ്ലോർ ആണോ, സെക്കൻഡ് ഫ്ലോർ ആണോ, അതുപോലുള്ള കാര്യങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആയിട്ട് ഗ്രൗണ്ട് ഫ്ലോർ എടുക്കുന്നു. അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ റിയലിസ്റ്റിക് 3D കൊടുക്കാം, അല്ലെങ്കിൽ കട്ടവേ കൊടുക്കാം, ഇത് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ റിയലിസ്റ്റിക് 3D ആണെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ പോയിട്ട് നമ്മൾ നമ്മുടെ ഡിസൈൻ്റെ അകത്ത് ചേഞ്ചസോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യും. നൈറ്റ് വിഷൻ ആണ് വേണ്ടെങ്കിൽ നൈറ്റ് വിഷൻ കൊടുക്കാം. അപ്പോൾ ആ രീതിയിലേക്കൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. ഡിഫോൾട്ട് ആയിട്ട് നിങ്ങളൊന്നും മാറ്റിയില്ലെങ്കിൽ പോലും നമ്മളിവിടെ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് എടുത്ത് ഈ ജനറേറ്റ് ചെയ്യുന്ന പ്രോംപ്റ്റ് ഇവിടെ കോപ്പി ചെയ്യുക, ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഇതേ രീതിയിൽ നമുക്ക് നമ്മുടെ ഇമേജ് 2D കൊടുക്കുക. ആ 2D കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഇതിന്റെ 3D കൊടുക്കുന്നതിന് കുഴപ്പമില്ല. 2D എലിവേഷൻ ഉണ്ടെങ്കിൽ ആ 2D എലിവേഷൻ നമുക്ക് ഇതേപോലെ നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടി നമുക്ക് ഈ ടൂൾ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഇമേജ് വന്നു. ഈ ഇമേജ് നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്യാം. സ്റ്റെയർ കേസ് നമുക്ക് ഒരിക്കലും നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. നമുക്ക് ഈ ഒരു രീതി മാത്രമേ ഇത് കിട്ടും. ഈ രണ്ട് ഇമേജിനകത്ത് ഏതാണോ ബെറ്റർ ആയിട്ടുള്ളത് ആ ഇമേജ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ഇപ്പം എനിക്ക് കിട്ടിയ ഫസ്റ്റ് ഇമേജ് ഞാൻ ഇവിടെ എടുത്തു. നമുക്ക് ആദ്യം കിട്ടിയ ഇമേജ് ഇതായിരുന്നു, രണ്ടാമത് കിട്ടിയ ഇമേജ് ഇതാണ്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ അത് സ്റ്റെയർ കേസിൻ്റെ ഇവിടെ ഒന്ന് എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ബെഡ്, ടോയ്ലറ്റ്, ബെഡ്, അങ്ങോട്ടുള്ള ഡോറ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു സ്റ്റെയർ കേസിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ സ്റ്റെയർ കേസിൻ്റെ നമുക്ക് സ്റ്റെയർ കേസ് ഒരിക്കലും 100% റിയലിസ്റ്റിക് ആയിട്ട് കിട്ടത്തില്ല. ഈ രീതിയിലേക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. ബാക്കി ഇവിടെ ഡോറ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ഡോറ് കയറിയിട്ടുണ്ട്. ഇവിടെ D1, ഇവിടെ പാസേജ്, ഇവിടെ ഡോറ്, ഇവിടെ D2, പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോറും, ഇവിടെ ഒരു D1, ഇവിടെ വന്നു സിറ്റിങ്, മെയിൻ ഡോറ് വരുന്നത്. ഇവിടെ ഒരു ടോയ്ലറ്റിൻ്റെ ഇവിടെ ഒരു ഡോർ എക്സ്ട്രാ വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വേറെ കാര്യമായിട്ടുള്ള വേരിയേഷനോ കാര്യങ്ങളോ ഇല്ല. അതെ, ഇവിടെ രണ്ടിടത്തും നമുക്ക് ഇവിടെ ഒരു ഡോർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ആണെങ്കിൽ ഒരു സ്റ്റെയർ കേസിന് നിന്നു. പക്ഷേ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് ഒരു ക്ലയന്റിനെ സംബന്ധിച്ചോളം നമ്മളിത് കൊടുക്കാൻ നേരത്ത് ഈ രീതിയിലേക്ക് ഇപ്പോൾ ഇതിനുണ്ടോ, ഇതിങ്ങനെ നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ കാണിച്ചിട്ട് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മൾ ഇങ്ങനെയാണ് അത് പോകുന്നത്, ഇതാണ് അതിൻ്റെ ഒരു വരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലയന്റിന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇത് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതേസമയം നമ്മൾ ഇത് കാണിച്ചിട്ട് നമ്മൾ ക്ലയന്റിന് പറഞ്ഞു കൊടുക്കുന്നതും ഇങ്ങനെ കാണിച്ചിട്ട് ക്ലയന്റിന് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ വ്യത്യാസമുണ്ട്. നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് ഇവിടെ വർക്ക് ഏരിയ, ഇവിടെ കിച്ചണ്, ഇവിടെ സിറ്റിങ്, അല്ലെങ്കിൽ ഇവിടെ വരാന്ത, ഇവിടെ ബെഡ്റൂം, ഇവിടെ ടോയ്ലറ്റ്, ഇവിടെ എന്ന് പറയുന്നതും അതേ സാധനം തന്നെ നമ്മൾ ഇതും കൂടെ കാണിച്ചിട്ട് ഇതാണ് കാണിച്ചിട്ട് ഇവിടെ വർക്ക് ഏരിയ, ഇവിടെ കിച്ചൺ ആണ്, ഇവിടെ ഡൈനിങ് ആണ്, ഇവിടെ സിറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഇവിടെ ബെഡ്റൂം ആണ്, ഇവിടെ ഡൈനിങ് ആണ്. ഇങ്ങനെ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ വ്യത്യാസമാണ് നമ്മുടെ ഈ ടൂളിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഒരു 2D ഡിസൈൻ കാണിക്കുന്നതിന് പകരമായിട്ട് 3D. ഈ സ്റ്റെയർ കേസ് നമുക്ക് ഈ ഒരു രീതിയിൽ മാത്രമേ കിട്ടത്തുള്ളൂ, അല്ലാതെ നമുക്ക് നിലവിൽ നമുക്ക് കിട്ടുന്നില്ല. ഇനി പുതിയ അപ്ഡേറ്റ് കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അറിയത്തില്ല. ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു രീതി മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ജെമിനി ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ പ്രോംപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ആകെ നമുക്ക് ഇതിനകത്ത് ടൈം എടുക്കുന്നത് ഒരു മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതേപോലത്തെ റിയലിസ്റ്റിക് ആയിട്ട് ഇമേജിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനിയിപ്പോൾ അതിന്റെ നൈറ്റ് വിഷനോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ടൂൾ ഉണ്ട്. ഇവിടെ പോയിട്ട് നമുക്കുണ്ടോ പല രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഇപ്പൊ എനിക്ക് വേണ്ടത് നൈറ്റ് വ്യൂ ആണെങ്കിൽ ഇവിടെ നൈറ്റ് വ്യൂ കൊടുക്കാം. ഇവിടെ ഉണ്ടോ, എനിക്ക് 2D എലിവേഷനെ നമുക്ക് 3D എലിവേഷൻ ആയിട്ട് മാറ്റാൻ പറ്റും. ഇപ്പൊ നൈറ്റ് വ്യൂ ആണ് വേണ്ടെങ്കിൽ ഇവിടെ നൈറ്റ് വ്യൂ കൊടുത്തു. അതിനുശേഷം ഞാൻ ഇവിടെ പോയിട്ട് നേരെ ജനറേറ്റ് പ്രോംപ്റ്റ് കൊടുത്തു. ഓക്കെ, അപ്പൊ ജനറേറ്റ് പ്രോംപ്റ്റ് വന്നപ്പോൾ ഇവിടെ പ്രോംപ്റ്റ് ജനറേറ്റ് ആയി. ഞാൻ നേരെ ജെമിനി പോകുന്നു, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ക്രിയേറ്റ് ഇമേജ് പോകുന്നു. അതിനുശേഷം ഇവിടെ പോയിട്ട് അപ്ലോഡ് ചെയ്യുന്നു, ഇവിടെ പോയിട്ട് ജനറേറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ എടുത്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ നൈറ്റ് വിഷൻ്റെ. നമ്മളിവിടെ കൊടുത്തതെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ മാറ്റിയത് കൂടെ ശ്രദ്ധിച്ചാണ്. ഇവിടെ നൈറ്റ് ആക്കണം, ലൈറ്റിംഗ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മളിവിടെ വന്നിട്ട് ഇവിടെ കണ്ടോ,
ഇവിടെ നൈറ്റ് വ്യൂ. ഈ രണ്ട് വ്യൂസ് ആണ് നമ്മൾ മാറ്റേണ്ടത്. കൺവേർഷനും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നൈറ്റ് വ്യൂ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലായിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലേക്കായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഈ രീതിയിലേക്കുള്ള ഒരു നമ്മുടെ ഒരു പ്രാർത്ഥനയോടനുസരിച്ചുള്ള ഇമേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ രീതിയിലേക്ക് നമുക്ക് ആക്കി ചെയ്യാൻ പറ്റും. ഇവിടെ രണ്ടിടത്തും വന്നേക്കുന്ന ഡോറിന്റെ ഇവിടെ ഒരു വിഷയം വന്നിട്ടുണ്ട്. ബാക്കിയുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാനും കാര്യങ്ങളും പറ്റിയെന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് ഇതാണ് വേണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ അകത്ത് നമുക്ക് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഇനിയിപ്പോ നമുക്ക് വന്നേക്കണ ഇമേജസിന്റെ അകത്തുള്ള ചേഞ്ചസ്, ഈ ഡോർ ഉണ്ട്. ഈ ഡോർ ഇപ്പൊ ഇവിടെ വന്നേക്കണേ. അപ്പൊ നമുക്ക് ഈ ഡോർ നമുക്ക് ക്ലോസ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാന്നുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത്. അതിന് നമ്മുടെ എ സ്റ്റുഡിയോയ്ക്ക് പോയിട്ട് ഇവിടെ മാജിക് ഡിസൈൻ എന്ന് പറഞ്ഞ ടൂൾ എടുക്കാം. പലതുണ്ട്. മെറ്റീരിയൽ സ്വാപ്പ് ഉണ്ട്, ഫർണിച്ചർ മാറ്റാം, ഫർണിച്ചർ റിമൂവ് ചെയ്യാം, എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്യാം. അങ്ങനെ പല പല സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ മാജിക് ഡിസൈനിൽ പോയിട്ട് നമ്മൾ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ഇമേജ് ഒന്ന് അപ്ലോഡ് ചെയ്യാം. നമുക്ക് കിട്ടിയേക്കണ ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് നമ്മളിവിടെ മലയാളത്തിൽ നമ്മൾ പറഞ്ഞാൽ മതി. റൈറ്റ് സൈഡ് മുകളിലുള്ള ബെഡ്റൂമിനോട് അടുത്തുള്ള ടോയ്ലറ്റിന് അകത്തു നിന്നുള്ള ഡോർ മാത്രം മതി, വെളിയിൽ നിന്നുള്ള ഡോർ വേണ്ട. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞിട്ട് ഞാനിവിടെ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയേക്കണത് ഈ ഒരു പ്രോംപ്റ്റ് ആയിരുന്നു. ഈ പ്രോംപ്റ്റ് നമ്മൾ കോപ്പി ചെയ്യുന്നു, നമ്മൾ നേരെ ജെമിനി പോകുന്നു, ജെമിനി പെട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ക്രിയേറ്റ് ഇമേജ് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ പെട്ട് അപ്ലോഡ് ഫയലിൽ പെട്ട് അതേ ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു. അത് ഞാൻ ഇവിടെ പെട്ട് പേസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുന്നു. അത് നമുക്ക് വേറെ ചേഞ്ചസോ കാര്യങ്ങളോ വരാൻ പാടില്ല. നമ്മൾ കൊടുത്തേക്കുന്നത് ആ ഇമേജസിന്റെ അകത്ത് ആ ഒരു ഡോറ് മാത്രം ക്ലോസ് ചെയ്യുന്ന രീതിയിൽ. ഇതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് ജനറേറ്റ് ചെയ്ത് റിസൾട്ട് വരുന്നത് നമുക്ക് നോക്കാം. കണ്ടോ, ഇപ്പൊ കണ്ടോ ആ ഇമേജ് മാറിയുണ്ടോ? അപ്പൊ ഈ രീതിയിൽ നമുക്ക് വേറെ ചേഞ്ചസ് ഒന്നും വരാതെ നമ്മൾ കൊടുത്ത ഇമേജസിന്റെ അകത്ത് ഇതേപോലെയുള്ള ചേഞ്ചസോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതെന്റെ പ്രത്യേകത. അപ്പൊ എനിക്ക് കിട്ടിയ നേരത്തെ ഇമേജ് ഇതായിരുന്നു. അപ്പൊ അതിന്റെ കൂടത്ത് ഞാൻ അത് ആ ഇമേജ് മാറ്റിയിട്ട് ഞാൻ ഇവിടെ ഇതങ്ങ് ആക്കുവാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ നോക്കുക, ഇതിനകത്ത് ഇപ്പോൾ ഓക്കെ ആയോ എന്നാണ്. ഇതിനകത്ത് എന്തെങ്കിലും എററോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടൂൾ വെച്ച് വേണം ചെയ്യാനായിട്ട്. കണ്ടോ, ഇവിടെ ഡോർ ശരിയായി, ഇവിടെ ഡോറ്, ഇവിടെ ഡോറ്, ഇവിടെ ഡോറ്, ഇവിടെ ഡോറ്, ഇവിടെ ഡോറ്, ഇവിടെ വരാന്ത. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് നമുക്ക് നേരത്തെ വന്നപ്പോഴത്തെ ഡോർ ഉണ്ട്, ഇവിടെ ഒരു വിഷയം ഉണ്ടായിരുന്നു. ആ ഡോർ നമുക്ക് ഈ രീതിയിലേക്ക് നമുക്കത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഈ രണ്ട് ടൂളിന്റെ പ്രത്യേകത. ഇത് നിങ്ങൾ ക്ലയന്റിന് കൊടുക്കുക. ഇത് ക്ലയന്റിന് കൊടുത്തിട്ട് ആ ഡിസൈൻ കൺസെപ്റ്റ് നിങ്ങൾ ഫൈനലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത്.